നിങ്ങൾ ആ ദിവസങ്ങൾ വല്ലതും അവിടെ ഉണ്ടോ? അതെ, കഴിഞ്ഞ തിങ്കളാഴ്ച വണ്ടി ഉടച്ചു പോയതാ. അപ്പോൾ 2 പിള്ളേർ മരണപ്പെട്ടു. സാധാരണ വണ്ടി ഇട്ടിട്ട് തലേ ദിവസം പോയി രാവിലെ വരല്ല വണ്ടി എടുക്കാൻ കഴിഞ്ഞിട്ട്. അതെ, വണ്ടി മേളിലുള്ളത് 100 മീറ്റർ അപ്പുറം. ഇവിടുന്ന് മൊത്തം 50 പിള്ളേരുണ്ട്. 2 പിള്ളേർ മരിച്ചുപോയി. അന്ന് മുതൽ നിങ്ങൾ ഇവിടെ എല്ലാവരും അതെ, അല്ല ഞങ്ങൾക്ക് കൊണ്ട് അലോട്ടില്ല. ഒന്ന് സ്പെഷ്യൽ പാസ് എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നാ. പിന്നെ കുറെ പേർക്ക് എങ്ങനെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കാണാൻ വല്ലതും പറ്റും? ഞങ്ങളെ വിളിച്ച് നിരന്തരം വിളിച്ച് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ പോയി കാണാനുള്ളൊരു പ്രയാസമുണ്ട്. അവർ ഓരോ വീടുകളിലാണ് താമസമുള്ളത്. പിന്നെ എല്ലാവരും കൊണ്ടിരുന്നു. കുറേ പേരൻസിനെ കണ്ട് സംസാരിച്ചിരുന്നു കാര്യങ്ങൾ. എനിക്ക് ജ്യേഷ്ഠൻ്റെ 7 പേര് മരിച്ചുപോയി. അമ്മാശൻ, അമ്മായിമ്മ, അളിയന്, മരുമകള്, 3 പിള്ളേർ. അതിൽ 4 പേരെ കിട്ടിയുള്ളൂ. 3 പേരെ കിട്ടാൻ. എത്ര കാലമായി ഈ റൂട്ടിൽ ബസ് ഓടിക്കുന്നു? സ്കൂൾ ബസ് 3 വർഷമായി. പക്ഷേ ഈ സ്കൂളിൻ്റെ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ കുട്ടികൾക്കും ഒരു മാമനാണിത് ശരിക്കും. എൻ്റെ മോനും ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. പക്ഷെ മാമൻ എന്നാണ് പറയുക എപ്പോഴും. ഭയങ്കര സങ്കടമുണ്ട്. ആ സ്കൂളിൽ പെട്ട 2 കുട്ടികൾ മരണപ്പെട്ടു. പക്ഷെ ബോഡി പോലും കിട്ടിയിട്ടില്ല. ഊഹിക്കാലോ, ഇപ്പോൾ ഇതേപോലെ ഉൾപ്രദേശത്തു നിന്ന് സ്കൂളിലേക്ക് പോവുക, അത് വീട്ടുകാരും അവരുടെ ഒരു വിശ്വാസമാണ് ബസ് ജീവനക്കാരുടെ സ്കൂൾ. അപ്പോൾ അവർ നമ്മുടെ സഹോദരൻ്റെ കയ്യിൽ കൊടുത്തു വിടുന്ന പോലെ ആയിരിക്കും. കൃത്യം 50 കുട്ടികളാണോ അവർ? ഇപ്പോൾ ബാക്കി കുട്ടികളൊക്കെ എവിടെയാണ്? ഏതെങ്കിലും സ്കൂളിൽ എത്തുമ്പോഴേക്കും 50 പിള്ളേർ ഈ വഴിക്കുന്ന കയറ്റി പോയി. ഒരു ബസ്സായി നമ്മുടെ മൗണ്ടിൻ്റെ ഒരു ബസ്സായി റോഡിൽ ഓടുന്നത്. അവിടെ എത്തുമ്പോൾ 50 പിള്ളേർ ഏകദേശം. ഇവിടുത്തെ മറ്റ് കുട്ടികളെ അവരെ കണ്ടോ? ഇവിടെ ഉള്ള മറ്റു കുട്ടികളെ കാണാൻ ക്യാമ്പിലുമാണ് അവർ. സ്വന്തം കൂടെ കുടുംബങ്ങളെ വീട്ടിലാണ്. എല്ലാവരും സേഫാണ്. ഞങ്ങൾ അന്ന് തന്നെ വിളിച്ചിരുന്നു. തലേദിവസം തന്നെ വിളിച്ചത്. അന്ന് സ്വിച്ച് ഓഫ് ആയിരുന്നു, ഫോണിൽ കിട്ടിയില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് എല്ലാം ബന്ധപ്പെട്ട് എല്ലാവരും സേഫാണ്. ഇപ്പോൾ ആരും പ്രശ്നമില്ല. മേപ്പാടി തന്നെ. പുലർച്ചെ 2 മണിക്ക് ഒരു 1:30 മെമ്പർ റിലേഷൻ ഉണ്ടല്ലോ അവർ. അപ്പോൾ അവരെ പെട്ടെന്ന് കിട്ടിയത്. പിന്നെ വിളിച്ചിട്ട് അവരെല്ലാം ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു.